ഉണ്ണി മുകുന്ദനെതിരെ മാനേജർ വിപിൻ നൽകിയ പരാതി ചർച്ച ചെയ്യാൻ സിനിമാ സംഘടനകൾ ഇന്ന് യോഗം ചേർന്നേക്കും. കൊച്ചിയിലെ അമ്മ ഓഫീസിൽ നടക്കുന്ന ചർച്ചയിൽ ഫെഫ്ക പ്രതിനിധികളും പങ്കെടുക്കും. പരാതിക്കാരനായ വിപിനോടും നടൻ ഉണ്ണി മുകുന്ദനോടും എത്താൻ ആവശ്യപ്പെട്ടിരുന്നു. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട പലവിധ ചർച്ചകളും നടക്കുന്നുണ്ട്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിരന്തരം ആവർത്തിക്കുന്ന ഉണ്ണി മുകുന്ദനെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഉണ്ണി മുകുന്ദനെതിരായി സമാനമായ രീതിയിലുള്ള പരാതികൾ മുമ്പും വന്നിട്ടുള്ള സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സംഘടനകൾ ഏത് തരത്തിലാകും ഈ വിഷയം ചർച്ച ചെയ്യുക? ഒരു ചർച്ച ചെയ്ത് രമ്യതയിലേക്ക് രണ്ട് പേരെയും എത്തിക്കുക എന്നതായിരിക്കും സംഘടനകളുടെ മുന്നിലുള്ള ലക്ഷ്യം, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഇതിൽ ചർച്ചയിലൂടെ ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് സിനിമാ സംഘടനകൾ നോക്കുന്നത്. കാരണം ഇത് കേസെടുക്കുക, പിന്നീട് കോടതിയിലേക്ക് നീങ്ങുക, അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നിലവിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉണ്ണി മുകുന്ദൻ തന്നെ മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിച്ചു. കോടതി അത് തീർപ്പാക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ എന്ന രീതിയിലേക്ക് കോടതി പറയുകയും എല്ലാം തന്നെ ചെയ്തു. എങ്കിൽ കൂടിയും ഇത് സിനിമാ മേഖലയെ ബാധിക്കുന്ന അവരുടെ ഒരു ഇപ്പോൾ ഉള്ള ഒരു സൽപ്പേരിനെ എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നതാണ്. കാരണം ഓരോ വിവാദവും ഈ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന വിലയിരുത്തലാണ് സംഘടനകൾക്കുള്ളത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ അതിനകത്ത് തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെ സാധ്യമാകട്ടെ എന്ന രീതിയിലാണ് അവർ ഈ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഫെഫ്കയും അതിലേക്ക് വന്നുകൊണ്ട് ചില ചർച്ചകൾക്ക് ഈ മാനേജറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചില ചർച്ചകളിലേക്ക് വരികയും അമ്മയും ഇതുപോലെ തന്നെ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാമെന്ന നിലപാടിലാണ് ഉള്ളത്. അതുകൊണ്ട് രണ്ടു പേരോടും ചർച്ചകളിലേക്ക് എത്തുക എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ചർച്ചകൾ നടക്കാനുള്ള ഒരു സാധ്യത അതിനല്പം ഒരു കുറവ് കാണുന്നുണ്ട്. കാരണം ഇന്ന് ചില അസൗകര്യങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും അറിയിച്ചതായുള്ളൊരു പ്രാഥമിക വിവരമുണ്ട്. എങ്കിൽ കൂടിയും അത് ഔദ്യോഗികമായി അറിയിക്കേണ്ടതുണ്ട്. അത് വൈകാതെ അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചർച്ചകളിലേക്ക് നീങ്ങുക, ഈ വിഷയം രമ്യമായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ ഉണ്ണി മുകുന്ദൻ ഈ ആക്ഷേപങ്ങളെല്ലാം, ഈ പരാതികളെല്ലാം തന്നെ നിരാകരിച്ചിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള മർദ്ദനമോ കാര്യങ്ങളോ ഒന്നും തന്നെ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തരം പരാതി തന്നെ അവാസ്തവമായ കാര്യമാണ്, ആ രീതിയിലല്ല കാര്യങ്ങളെന്ന് ഉണ്ണി മുകുന്ദൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് തന്നെ വാദിക്കുമ്പോൾ, എന്നാൽ അങ്ങനെയല്ല, തനിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അതിനെ പറയുന്നൊരു കാരണം പുതിയ ചിത്രവും മറ്റൊരു നടനെയും ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് അതിൽ കാരണമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കാരണം ഇത് വേറൊരു തലത്തിലേക്ക് ഈ വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ മാറിയേക്കാം. അത് ഈ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത്തരം പടലപ്പിണക്കങ്ങൾ മാറുക, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പല രീതിയിലുള്ളൊരു വെളിപ്പെടുത്തലുമായി കടന്നു വരുന്ന ഘട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് തങ്ങളെ ഇത്തരം ഈ ഗോസിപ്പ് കോളങ്ങളിലേക്കെല്ലാം തന്നെ നിറയുന്ന കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കുക, ഈ ചർച്ചകളിലൂടെ വന്ന ഈ പരാതികൾ രമ്യമായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് സിനിമാ സംഘടനകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതിനൊരു വലിയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്, സംശയമില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു തുറന്ന ചർച്ചകളിലേക്ക് പോകാനാണ് സംഘടനകൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതൊരുപക്ഷെ ഇന്ന് ചർച്ചകൾ ഉണ്ടായേക്കും. പക്ഷേ ഇത് രണ്ട് ഭാഗത്തു നിന്നുള്ള ചില അസൗകര്യങ്ങൾ ഇന്ന് വന്നിരിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് വരും ദിവസങ്ങളിലേക്ക് ആകാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.